സാന്നിധ്യത്താൽ അനുഗ്രഹീതമായ കൂട്ടായ്മ വിശുദ്ധ സഭായോഗം പിതാവാം ദൈവത്തോട് പുത്രനായ ക്രിസ്തുയേശുവിലൂടെ ആത്മാവിനാൽ വീണ്ടെടുപ്പ് പ്രാപിച്ച ദൈവജനം ഒരുമിച്ച് അനുഭവിക്കുന്ന ഈ കൂട്ടായ്മ നമുക്ക് ഒരുമിച്ച് അനുഭവിക്കേണ്ടതിന് ദൈവം കൂട്ടിവരുത്തിയതോർത്ത് സകല മഹത്വവും ദൈവത്തിന് അർപ്പിക്കുന്നതോടൊപ്പം സന്നിഹിതരായിരിക്കുന്ന കർത്താവിൽ ആദരണീയ ദൈവഭൃത്യന്മാർ, ബഹുമാന്യരായ ദൈവമക്കൾ എല്ലാവർക്കും, വിശേഷാൽ ഓൺലൈനിൽ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും, തുടർന്നും ഈ ശുശ്രൂഷയിൽ പ്രവേശിക്കുന്നവർക്കും വേഗം വരുന്ന ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ ഹൃദയത്തിൻ്റെ ഭാഷയിൽ സ്നേഹവന്ദനം സ്വാഗതമരുളുന്നു. ഇന്ന് പകലത്തെ ഈ കൂടിവരവ് നമുക്ക് അനുഗ്രഹവും ആത്മീക വർധനവും ദൈവനാമ മഹത്വത്തിന് കാരണവുമായി തീരട്ടെ. വിശേഷാൽ ഈ സഭയോടുള്ള ബന്ധത്തിൽ അനുഗ്രഹീതമായ ശുശ്രൂഷ വർഷങ്ങൾക്ക് മുൻപ് നിർവഹിക്കുകയും ശുശ്രൂഷാ അളവ് നാഥൻ്റെ സന്നിധിയിൽ പൂർത്തീകരിച്ച് വിശ്രമത്തിനായി ചേർക്കപ്പെടുകയും ചെയ്ത കർത്താവിൻ്റെ ദാസൻ എം ഒ ശാമുവേൽ അവരുടെ സഹധർമ്മിണി കർത്തൃദാസി എന്നീ മീറ്റിങ്ങിൽ സംബന്ധിക്കുന്നതിൽ പ്രത്യേകം ഞങ്ങളുടെ വന്ദനം അറിയിക്കുന്നു. ദൈവം ധാരാളമായി ആശീർവദിക്കട്ടെ. കടന്നു വന്ന എല്ലാവരെയും ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വിശേഷാൽ കഴിഞ്ഞ ഒരാഴ്ച ഒരു പൂർണ്ണ ആഴ്ചയുടെ ദിനങ്ങൾ ദൈവത്തിൻ്റെ നീതി എന്ന് വളരെ വ്യക്തമായി ഓർക്കത്തക്ക നിലയിൽ നാഥനു വേണ്ടി വിശ്വസ്തയോടെ നിലനിന്ന ഒരനുഗ്രഹിതയായ, ഭക്തയായ, വിശ്വസ്തയായ ഒരു മാതാവിന് അർഹമായ, ഉചിതമായ, ഏറ്റവും യോഗ്യമായ ഒരു യാത്രയയപ്പ് അതതിൻ്റെ പൂർണ്ണതയിൽ നിർവഹിക്കപ്പെടണമെന്നത് ദൈവിക പദ്ധതി ആയതുകൊണ്ട് തിങ്കളാഴ്ച പ്രഭാതത്തിൽ നാഥൻ തന്നെ നാഥൻ്റെ സന്നിധിയിലേക്ക് വിളിക്കുകയും ആ പ്രഭാത വേള മുതൽ കഴിഞ്ഞ സന്ധ്യാസമയം വരെ തുടർമാനമായി ആർക്കും ഒരു മുഷിപ്പുമില്ലാതെ എല്ലാവരും ഉത്സാഹത്തോടെ ഒരു മീറ്റിങ്ങുകൾ പോലും മുടക്കാതെ ഭവനത്തിലും ഹാളിലും സെമിട്രിയിലും നടന്ന എല്ലാ ശുശ്രൂഷയിലും തികഞ്ഞ ആദരവോടെ ആ വാത്സല്യ അമ്മച്ചിക്ക് യാത്രാമൊഴി ചൊല്ലുവാൻ ദൈവത്തിൻ്റെ നീതിയിൽ ദൈവം അതങ്ങനെ ക്രമീകരിച്ചു. അമ്മച്ചിയോടുള്ള ദൈവത്തിൻ്റെ നീതി, തലമുറകളോടുള്ള ദൈവത്തിൻ്റെ സ്നേഹം, കരുതൽ, അതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വാത്സല്യ മക്കൾ, കുടുംബാംഗങ്ങളൊക്കെ വേർപാടിൻ്റെ ദുഃഖത്തിലാണെന്ന് നന്നായി അറിയാമെങ്കിലും വാക്കുകൾക്കതീതമായ ദൈവസാന്നിധ്യത്തിൻ്റെ പ്രത്യാശയും ധൈര്യവും അനുഭവിക്കുന്നവരാണ് എന്നുള്ള തികഞ്ഞ ബോധ്യത്തോടെ ദൈവസന്നിധിയിൽ ഇന്ന് പകൽ അവരെ എല്ലാവരെയും ആദരവോടെ ദൈവസന്നിധിയിൽ ഓർത്ത് വേദനയിലും ദുഃഖത്തിലും പങ്കുചേർന്ന സഭ ഒരുമിച്ച് നിങ്ങളോട് അറിയിക്കുന്നു, നിങ്ങൾ തനിയെയല്ല, സഭ നിങ്ങളോട് ഒരുമിച്ചുണ്ട്. കഴിഞ്ഞ നാളുകളിൽ നിങ്ങൾ ദൈവസന്നിധിയിൽ മാതാവ് കാണിച്ച മാതൃക പോലെ രാജ്യത്തിനും ദൈവത്തിനും ദൈവസഭയ്ക്കും ജനത്തിനും ആശ്വാസവും പ്രയോജനവുമായി നിലനിന്നതുപോലെ ദൈവസഭ നിങ്ങളോടും അത് പാലിക്കുവാൻ എപ്പോഴും കടംപെട്ടവരായിരിക്കും. നാഥൻ്റെ പ്രത്യക്ഷത വരെ നമുക്ക് ഐക്യതയോടെ മുന്നേറുവാൻ ദൈവം നമ്മെ പ്രാപ്തരാക്കട്ടെ. ഒരു വാചകം കൂടെ ഞാൻ ഓർപ്പിക്കുന്നു. ഒരു പക്ഷെങ്കിൽ നമ്മുടെ സംസ്കാരത്തിൽ മാതാപിതാക്കൾ അവർക്കുള്ള നന്മ പോലും പൂർണ്ണമായി തലമുറയ്ക്ക് വിട്ടുകൊടുത്താൽ അവരൊരു പക്ഷെ നോക്കുകയില്ല എന്ന് ഭയപ്പെടുന്ന കാലത്ത് യാതൊരു പ്രതീക്ഷയ്ക്കും വകയില്ലാതെ നിസ്വാർത്ഥമായി യാതെങ്കിലും നേട്ടങ്ങൾക്കു വേണ്ടി നോക്കുകയല്ല, നിസ്വാർത്ഥമായി സ്നേഹിപ്പാൻ, ശുശ്രൂഷിപ്പാൻ കുടുംബം മൊത്തമായി കാണിച്ച ആ സ്നേഹത്തിൻ്റെ മുൻപിൽ വിശേഷാൽ ജീവിതത്തിൽ നേടുവാൻ ആരോഗ്യവും പ്രാപ്തിയും സാധ്യതയുമുള്ളപ്പോൾ അവ മാറ്റിവെച്ചിട്ട് സമ്പൂർണമായി മാതാവിനോടുള്ള നന്മയുണ്ടാകുവാനും ദീർഘായുസ്സുണ്ടാകുവാനും അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക എന്ന തിരുവെഴുത്തിനെ അന്വർത്ഥമാക്കി ജീവിതം പൂർണ്ണമായി
ആയതിനു വേണ്ടി നന്മകളെ വെടിഞ്ഞ് നിസ്വാർത്ഥമായി നേട്ടത്തിനു വേണ്ടിയല്ല, നേട്ടങ്ങളെ മാറ്റിവെച്ച് സേവനം ചെയ്ത ശുശ്രൂഷിച്ച തോമസ് ഊട്ടി ബ്രദറും ഷേർലി സിസ്റ്ററും ദൈവസന്നിധിയിൽ ദൈവം അത് നീതിയായി കണക്കിട്ട് മാനിക്കും എന്നതിന് യാതൊരു സംശയവുമില്ല. അതൊരു മാതൃകയാണ്. ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആ വാക്കുകൾ ഞാൻ അങ്ങനെ അവിടം കൊണ്ട് അവസാനിപ്പിക്കുന്നു. ഇന്ന് പകൽ നാം ദൈവസഭയോടുള്ള ബന്ധത്തിൽ നമുക്കൊരു വലിയ ദൗത്യമുണ്ട്. നാം അതിനുവേണ്ടി ജാഗരിക്കുന്നവരാണ്, പ്രാർത്ഥിക്കുന്നവരാണ്, ചുമൽ കൊടുക്കുന്നവരാണ്. മിഷൻ. ഈ സഭ ഒരു തകർച്ചയിലേക്ക് കടന്നുപോയി. ഇനി അത് ഇല്ല എന്ന് ലോകം വിധി പറയുന്ന സാഹചര്യത്തിൽ കടന്നുപോയപ്പോഴും സുവിശേഷത്തിനു വേണ്ടി കൈനീട്ടിയത്, അതിൻ്റെ സകല നന്മകളും ഇവിടെ ശൂന്യമായിരുന്നപ്പോഴും കൈകളിൽ നിന്ന് അന്യോന്യം പങ്കിട്ട് 100-ൽ പരം വേലസ്ഥലങ്ങളെ മുടക്കം കൂടാതെ സഹായിച്ചുകൊണ്ട് ആ ദൗത്യ നിർവഹണത്തിൽ സഭ ഇന്നും മുൻപോട്ട് പോകുന്നു. സഭയായും വ്യക്തിപരമായും ബൃഹത്തായ സുവിശേഷീകരണ ദൗത്യത്തിൽ മിഷനിൽ പങ്കാളിത്വം വഹിക്കുവാൻ ദൈവം സഭയെ പ്രാപ്തമാക്കുന്നു. ആ ദൗത്യ നിർവഹണത്തിൽ ആയതിനു വേണ്ടി പ്രാർത്ഥിപ്പാനും ആയതിനു വേണ്ടി ആഹ്വാനം കൊടുക്കുവാനും നമ്മുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ഒരു അവയർനെസ് നമുക്ക് ലഭിക്കുവാനും വേർതിരിക്കുന്ന, വർഷത്തിൽ ഒരിക്കൽ വേർതിരിക്കുന്ന ഒരു ദിനമാണ് മിഷൻ സൺഡേ. ഇന്ന് പകൽ ആ ഒരു ദിനം കൂടെയാകയാൽ ശുശ്രൂഷ ക്രമീകരണങ്ങളിൽ അങ്ങനെ ഒരു ക്രമീകൃതമായ നിലയിൽ ഇന്ന് പകൽ പോകുന്നതുകൊണ്ട് എല്ലാവരും ശുശ്രൂഷയിൽ ഞങ്ങളുടെ മെസ്സേജുകളും ഗാന ശുശ്രൂഷകളും എല്ലാ ക്രമീകരണങ്ങളിലും ഏകദേശം ഒരു 5 മിനിറ്റ് വീതം ഞങ്ങൾ സേവ് ചെയ്താണ് ഏകദേശം 12 മണിയോടുകൂടെ മിഷൻ്റെ അവതരണത്തിന് വേണ്ടി, പ്രസൻറ്റേഷന് വേണ്ടി സമയം വേർതിരിക്കുവാൻ ആഗ്രഹിക്കുന്നു. ആയതുകൊണ്ട് ഇനി ഒട്ടും സമയം നഷ്ടമാക്കാതെ ദൈവവചനത്തിൽ നിന്ന് ചില ചിന്തകൾ വളരെ വേഗം ധ്യാനിച്ച് നമ്മുടെ ശുശ്രൂഷകൾ മുൻപോട്ട് തുടരുന്നു. ആയതുകൊണ്ട് വളരെ പ്രാർത്ഥനയോടും വളരെ പ്രത്യാശയോടും നമുക്ക് ദൈവസന്നിധിയിലായിരുന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവമായ കർത്താവ് നമ്മെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. മിഷനോടുള്ള ബന്ധത്തിൽ ഒരു സന്ദേശം ആയിരിക്കണം ഇന്ന് ലഭിക്കപ്പെടേണ്ടതെന്ന് മിഷൻ ടീം ആഗ്രഹിക്കുന്നുണ്ട്. ആയതുകൊണ്ട് തന്നെ എൻ്റെ തുടർച്ചയായ സന്ദേശത്തിലെ മിഷൻ ഓറിയൻറ്റഡായിട്ടുള്ള ഭാഗത്തേക്ക് ഞാനൊരു വാക്കിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിച്ചുകൊണ്ട് ദൈവാത്മാവിൻ്റെ ഹൃദയത്തിൽ തരുന്ന ഒരു ചിന്ത ആ നിലയിൽ നിങ്ങളുടെ മുൻപിൽ ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് കടന്നു വരുന്നതും നിങ്ങൾക്ക് ഗ്രഹിപ്പാൻ കഴിയുന്നതുമായ ചിന്തയാണ്. എന്നാൽ ഒരിക്കൽ കൂടെ അതൊന്ന് ആവർത്തിച്ച് ആ വാക്കുകൾ നമുക്കൊന്ന് ധ്യാനിപ്പാൻ താല്പര്യപ്പെടുന്നു. നാം ധ്യാനിച്ചു കൊണ്ടിരിക്കുന്ന വാചകം അവൻ അടുക്കൽ വാതിക്കൽ തന്നെ ആയിരിക്കുന്നു. ആ വാചകം ഞാൻ കഴിഞ്ഞ ആഴ്ച പ്രത്യേകം ഓർപ്പിച്ചു. വാതിൽക്കൽ തന്നെ ആയിരിക്കുന്നു. അങ്ങനെയെങ്കിൽ വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞതും യാക്കോബിൻ്റെ ലേഖനത്തിൽ പറഞ്ഞതുമായ വാക്കുകളിൽ നിന്ന് വ്യത്യസ്തമായി നാം പ്രതീക്ഷിക്കുന്ന അവൻ വാതിൽക്കൽ അഥവാ അവൻ്റെ പ്രത്യക്ഷത ഏറ്റവും അടുക്കലായിരിക്കുന്നു എന്ന് നാം വിശ്വസിക്കുകയും നാം അംഗീകരിക്കുകയും പ്രസംഗിക്കുകയും ചെയ്യുന്ന അതേ ആശയത്തിൽ നിന്നുകൊണ്ട് അതിൻ്റെ അടുത്തൊരു തലം ആണ് ഞാൻ നിങ്ങളെ ഓർപ്പിച്ചത്. കൃപായുഗത്തിൻ്റെ വാതിൽ തുറന്ന അന്ന് മുതൽ അവൻ മാറി ഇരിക്കുകയല്ല, അവൻ വാതിൽക്കൽ തന്നെ നിൽക്കുകയാണ്. കൃപായുഗത്തിൻ്റെ വാതിൽ അവൻ അവിടെ നിൽക്കുന്നത്, അത് അടയ്ക്കാൻ ഒരു സമയമുണ്ട്. അവിടെ തന്നെ നിൽക്കുകയാണ്. അവനത് അടയ്ക്കും. നമ്മുടെ ഹൃദയത്തിൻ്റെ സ്വയത്തിൻ്റെ കവാടത്തിൽ അവൻ നിൽക്കുന്നു എന്നത് നാം ധ്യാനിച്ചു. അത് നാം തുറക്കേണ്ടതാണ്. എന്നാൽ കൃപായുഗത്തിൻ്റെ രക്ഷയുടെ വാതിൽ അവനാണ് തുറന്നത്. അവൻ അവിടെ തന്നെ നിൽക്കുന്നെങ്കിൽ അവൻ അടയ്ക്കാനും അവന് മാത്രമേ അധികാരമുള്ളൂ. അവൻ അവിടെ തന്നെ നിൽക്കുന്നത് ഒരു ദിവസം അവനത് അടയ്ക്കും.
എന്നാൽ എന്താണ് അവൻ അടയ്ക്കാൻ താമസമായിരിക്കുന്നത്? അതിൻ്റെ ലക്ഷണങ്ങൾ പറഞ്ഞു വരുമ്പോൾ പ്രധാനമായി 14-ാം വാക്യമാണ് മിഷ്യനോട് ബന്ധപ്പെട്ട് നിങ്ങളുടെ മുൻപിൽ എനിക്ക് അതിൽ നിന്ന് കൊണ്ടുവരേണ്ടത്. അതിൻ്റെ മുകളിലത്തെ ഭാഗം ദൈവം അനുവദിച്ചാൽ നമുക്ക് പിന്നീട് ധ്യാനിക്കുകയും ചെയ്യാം. 14-ാം വാക്യം, മത്തായി സുവിശേഷം 24:14. രാജ്യത്തിന്റെ ഈ സുവിശേഷം സകല ജാതികൾക്കും സാക്ഷ്യമായി അവസാനം വരും. അപ്പോൾ അവൻ വാതിക്കൽ നിൽക്കുന്നത് ആ കൃപായുഗത്തിൻ്റെ വാതിൽ അടയ്ക്കുക എന്നത് നിശ്ചിത സമയത്ത് നിർവഹിക്കാനാണെങ്കിൽ അതിൻ്റെ സമയം അടയാളങ്ങൾ മുൻപിൽ കാണിച്ചു പറഞ്ഞിട്ട് ആദ്യത്തെ പീരിയഡിൻ്റെ അവസാനം, ഞാൻ പറഞ്ഞു 2 ഘട്ടമുണ്ട് അവൻ്റെ മടങ്ങി വരവിന്. ഒന്ന്, സഭയോടുള്ള ബന്ധം. ഇതിനു മുൻപ് തന്ന പല വാക്യങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പത്രോസിൻ്റെ 2-ാം ലേഖനം 3-ാം അധ്യായം 10-ാം വാക്യമാണ് ഞാൻ ഇതിനു മുൻപ് ഓർപ്പിച്ചത്. പത്രോസിൻ്റെ ലേഖനത്തിൽ 2 കാര്യം, നാം എന്തുകൊണ്ട് കർത്താവ് മടങ്ങി വരുവാൻ താമസിക്കുന്നു എന്ന് പറയുന്നു എന്നതിന് മറുപടി പത്രോസ് അവിടെ പറയുമ്പോൾ അവന് താമസമില്ല. അവൻ എവിടെ തന്നെ നിൽക്കുക? വാതിൽക്കൽ നിൽക്കുകയാണ്. വാതിൽക്കൽ നിൽക്കുകയാണ്. ആ വാതിൽക്കൽ നിൽക്കുന്നവൻ നിവർത്തിക്കേണ്ടത് മുഴുവൻ നിവർത്തിച്ചു. അവൻ ഏൽപ്പിക്കേണ്ടത് മുഴുവൻ നമ്മെ ഏൽപ്പിച്ചു. ഇനി നമ്മുടെ ഭാഗത്ത് 2 വിഷയമാണ് നിൽക്കുന്നത്. ഒന്ന്, വചനം പറയുക എന്നത് അഥവാ സുവിശേഷം അറിയിക്കുക എന്നത് അനുഭവിക്കുന്നവരുടെ ഉത്തരവാദിത്വം. കേൾക്കപ്പെടുന്നവർ മാനസാന്തരപ്പെടുക എന്നത് കേൾക്കുന്നവരുടെ ഉത്തരവാദിത്വം. മാനസാന്തരപ്പെട്ടവർ അവൻ്റെ വരവിനു വേണ്ടി വിശുദ്ധി സൂക്ഷിക്കുക എന്നത് ദൈവസഭയുടെ ഉത്തരവാദിത്വം. 3 മറക്കരുത്. മിഷൻ ആണ് നമ്മുടെ പ്രധാന ഫോക്കസ് ചെയ്യുന്നത്. മിഷനകത്ത് നമുക്ക് ഈ കൂടിവരവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവിടെ കൊട്ടിപ്പാടി സന്തോഷിക്കുകയും താത്കാലികമായി നാം അനുഭവിക്കുന്ന ചില പ്രശ്ന പരിഹാരം ഇവിടെ നിന്ന് ഏറ്റെടുത്ത് പോകുകയും ചെയ്യുക എന്നതല്ല നമ്മുടെ കൂട്ടായ്മയുടെ ആത്യന്തികമായ ലക്ഷ്യം. നമ്മുടെ കൂട്ടായ്മകൾ കൊണ്ട് അവിടെ സംഭവിക്കേണ്ടത് നമ്മിൽ നിന്ന് കറയും കളങ്കവും മാറി തങ്ങളെ തന്നെ വിശുദ്ധരാക്കപ്പെടണം എന്നത് കൂട്ടായ്മ കൊണ്ട് സാധ്യമാകണം. ഒരിക്കൽ കൂടെ 3-ാമത്തെ പോയിന്റ് ഞാൻ പറയുന്നത്, തങ്ങളെ തന്നെ വിശുദ്ധവും നിഷ്കളങ്കവുമായി കളങ്കമില്ലാത്തവരായി കാക്കപ്പെടേണ്ടതിനാണ് നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന ഈ കൂടിവരവിൻ്റെ ശുശ്രൂഷകളുടെ ലക്ഷ്യം. എന്നാൽ നമുക്കൊരു ദൗത്യമുണ്ട്. അത് നാം കേട്ട സുവിശേഷം ലോകത്തോട് അറിയിക്കുക എന്നത് നമ്മുടെ ദൗത്യമാണ്. അത് അകത്തല്ല നടക്കുന്നത്, പുറത്താണ് നടക്കേണ്ടത്. സ്തോത്രം. നാം സാക്ഷ്യം പറയുന്നുണ്ട് സഭയിൽ. അത് നമുക്കൊരു പക്ഷെങ്കിൽ ആത്മീക പ്രചോദനമാണ്. എന്നാൽ സാക്ഷ്യത്തിൻ്റെ പ്രഥമ ദൗത്യ നിർവഹണം നിർവഹിക്കപ്പെടേണ്ടത് സഭയ്ക്ക് വെളിയിലാണ്. സുവിശേഷം കേൾക്കപ്പെടേണ്ടവർക്ക് സുവിശേഷം എത്തുക എന്നതാണ്.
അതിന് നമ്മെ സഹായിക്കുവാൻ പരിശുദ്ധാത്മാവിനെ തന്നു. ആ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമ്മൾ പുതുക്കം പ്രാപിക്കുവാൻ കൂട്ടായ്മ തന്നു. ആകയാൽ ഇവിടെ നിന്ന് നാം പ്രാപിക്കുന്ന ആത്മീക കൂട്ടായ്മയിലൂടെ ആത്മീക ശക്തി നാം അനുഭവിച്ചുകൊണ്ട് സുവിശേഷത്തിൻ്റെ സാക്ഷ്യം വഹിക്കുവാൻ നാം പ്രതിജ്ഞാബദ്ധരാകണം. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതല്ല എങ്കിൽ നാം ദൈവത്തിൽ നിന്ന് അനുഭവിക്കുന്ന അനുഗ്രഹങ്ങൾക്ക് വേണ്ടി മാത്രം ദൈവസന്നിധിയിൽ കൂടി വന്ന് ആനന്ദിച്ച് കടന്നു പോകുന്നുവെങ്കിൽ നാം നിഷ്ഫലന്മാരാണ്. നമ്മുടെ ദീർഘവീക്ഷണം നഷ്ടപ്പെട്ടിട്ട് ഹ്രസ്വദൃഷ്ടിയുള്ളവരായി എന്ന് പൗലോസ് രേഖപ്പെടുത്തുന്ന, പത്രോസ് രേഖപ്പെടുത്തുന്ന വാക്കുകളിലേക്ക് നാം ഒതുങ്ങിപ്പോകും. സ്തോത്രം. 2 പത്രോസ് 3:10 ഇതിനോട് ബന്ധപ്പെട്ടങ്ങ് വായിക്കുന്നത് നന്നായിരിക്കും. 3:10, 11, 12 3 വാക്യങ്ങളും അങ്ങ് വായിക്കാം. കർത്താവിന്റെ ദിവസമോ കള്ളനെ പോലെ വരും. അന്ന് ആകാശം കൊടുമുഴക്കത്തോടെ ഒഴിഞ്ഞു പോകും. മൂലപദാർത്ഥങ്ങൾ കത്തിയഴുകയും ഭൂമിയും അതിലുള്ള പണികളും വെന്തുപോകുകയും ചെയ്യും. ഇങ്ങനെ ഇവയൊക്കെയും അഴിവാനുള്ളതായിരിക്കാൻ ആകാശം ചുട്ടഴിവാനും മൂലപദാർത്ഥങ്ങൾ വെന്തുരുകുവാനുമുള്ള ദൈവ ദിവസത്തിന്റെ വരവ് കാത്തിരുന്നും ബന്ധപ്പെടുത്തിയും കൊണ്ട് നിങ്ങൾ എത്ര വിശുദ്ധ ജീവനും ഭക്തിയുമുള്ളവരായിരിക്കണം. എന്നാൽ നാം അവന്റെ പ്രകാരം നീതി വസിക്കുന്ന പുതിയ ആകാശത്തിൽ 9 വാക്യം കൂടെ ചിലർ താമസമെന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് തന്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല. ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ അവൻ ഇച്ഛിച്ച് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നതേയുള്ളൂ. നോക്കണം, അതിന്റെ 12 വാക്യം മുകളിൽ പറഞ്ഞിരിക്കുന്ന എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് ആഗ്രഹിച്ച് അവൻ ദീർഘക്ഷമ കാണിക്കുന്നതേ ഉള്ളൂ. മാനസാന്തരപ്പെടുവാനാണ് അവൻ ദീർഘക്ഷമ കാണിക്കുന്നത്. പക്ഷെങ്കിൽ ആ ദീർഘക്ഷമയാണ് അവൻ്റെ മടങ്ങി വരവിന് നാം പറയുന്ന കാലതാമസത്തിൻ്റെ ഘടകം. അപ്പോൾ നാം സുവിശേഷം അറിയിക്കുന്നില്ല എങ്കിൽ ആരെ താമസിപ്പിക്കുന്നു? കർത്താവിൻ്റെ വരവിനെ തടസ്സപ്പെടുത്തുന്നവരാരാണ്? സ്തോത്രം. ആയതുകൊണ്ടാണ് അതിൻ്റെ ചുവട്ടിലോട്ട് വരുമ്പോൾ പ്രത്യേകം എഴുതിയിരിക്കുന്ന പദം 11 വാക്യത്തിൻ്റെ അവസാന ഭാഗം ദൈവദിവസത്തിൻ്റെ വരവ് കാത്തിരുന്ന് ബന്ധപ്പെടുത്തിയും കൊണ്ട്. എങ്ങനെയാ ഈ ബന്ധപ്പെടുത്തുന്നത്? നമ്മൾ ബന്ധപ്പെടുത്തും എങ്ങനെയാണെന്നറിയാമോ? വെളിപ്പാട് പുസ്തകത്തിലെ വാക്യം നമ്മൾ ഒരു പദം കൂടെ ചേർക്കും. ഏതാണത്? വെളിപ്പാട് പുസ്തകം 22-ന്റെ 16 വാക്യം 20 വാക്യം ഒന്ന് വായിച്ചേ. ജീവന്റെ വൃക്ഷത്തിൽ തങ്ങൾക്ക് അധികാരമുണ്ടാകേണ്ടതിനും ഗോപുരങ്ങളിൽ കൂടി നഗരത്തിൽ കടക്കേണ്ടതിനും തങ്ങളുടെ വസ്ത്രം അലക്കുന്നവർ ഭാഗ്യവാന്മാർ. 20 വാക്യം കൂടെ. 20. ഇത് സാക്ഷീകരിക്കുന്നവൻ അതേ ഞാൻ വേഗം വരുന്നുവെന്ന് അരുളി ചെയ്യുന്നു. ആമേൻ. കർത്താവായ യേശുവേ വരേണമേ. കർത്താവ് പറയുന്നു, ഞാൻ വേഗം വരുന്നു. അതിനാ വാതിൽക്കൽ തന്നെ നിൽക്കുന്നത്. വേഗം വരുന്നത് തനിക്കായി കാത്തു നിൽക്കുന്നവരെ അകത്തേക്ക് സ്വീകരിച്ച് വാതിലടയ്ക്കാനാണ്. എന്നാൽ ഇവൻ വേഗം വരുന്നു എന്ന് കർത്താവ് പറയുമ്പോൾ സഭ പ്രതിവചിക്കുന്നത് എന്തുവാ? ആമേൻ കർത്താവേ വരേണമേ. എന്താ സഭ അങ്ങനെ പ്രതിവചിക്കാൻ കാരണം? സഭയ്ക്കറിയാം ഞങ്ങളെ ഏൽപ്പിച്ച ദൗത്യം ഇതുവരെ തികഞ്ഞിട്ടില്ല. സഭയ്ക്കറിയാം ഇതിനകത്തിപ്പോഴും നാഥൻ വന്നാൽ കറയും കളങ്കവും പൂർണ്ണമായി മാറ്റപ്പെടാത്ത ചിലർ കൂടെ ഉണ്ട്. അവർ കൈവിടപ്പെടരുത്.
ഇത് പുറത്തുള്ള ചിലരെ നോക്കിയല്ല പറയുന്നത്. അകത്തോട്ട് സ്വയം നോക്കുമ്പോൾ, ദൈവസഭ സ്വയം വിലയിരുത്തുമ്പോൾ മനസ്സിലാക്കും, ഇന്ന് പകൽ ഈ ആരാധന നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവൻ്റെ കാഹള ശബ്ദം മുഴങ്ങിയാൽ ഞാൻ പോകുമോ എന്ന് വേറൊരുവനല്ല വിധിക്കുന്നത്. നാം സ്വയം വിധിച്ചാൽ നമുക്ക് തന്നെ അറിയാൻ കഴിയും. ഹൃദയത്തിൻ്റെ ആഗ്രഹം വേഗം വരണമേ എന്നാണ്. പക്ഷെങ്കിൽ ജീവിതത്തിൽ എവിടെയോ ആ തികവിലേക്ക്, ആ വിശുദ്ധിയിലേക്ക്, ആ പൂർണ്ണതയിലേക്ക് എത്തപ്പെടാൻ കഴിഞ്ഞിട്ടില്ല. ആ ഞരക്കത്തോടെ സഭ ഇവിടെ നിന്ന് പ്രതിവരിക്കുകയാണ്, ആമേൻ കർത്താവേ വരണമേ എന്ന് പറയുമ്പോൾ, വേഗം വരണമേ എന്ന് നമ്മൾ മനസാക്ഷിയെ വഞ്ചിച്ചുകൊണ്ട് പറയുന്നെങ്കിൽ അവിടെ നമ്മുടെ ആ വചനം കൊണ്ട് കർത്താവിനെ ബന്ധപ്പെടുത്താൻ ഒക്കത്തില്ല. നമ്മുടെ തോന്നല് വേഗം വരണേ എന്ന് പറഞ്ഞ കർത്താവിനെ ബന്ധപ്പെടുത്തുകയാണെന്നാ? ഇല്ല. വേഗം വരണമേ എന്ന് പറയാൻ നമുക്ക് പലപ്പോഴും കഴിയാതെ പോകുന്നത് സ്വയം നമ്മെ തന്നെ ഒന്ന് വിലയിരുത്തുമ്പോൾ, അവൻ്റെ ശബ്ദം മുഴങ്ങിയാൽ അവൻ്റെ സന്നിധിയിൽ ഞാൻ കാണപ്പെടുമോ എന്നുള്ള സ്വയശോധനയിൽ ഒന്നുകൂടെ കഴുകൽ പ്രാപിപ്പാൻ, ഒന്നുകൂടെ ഒരുക്കപ്പെടുവാൻ, അതിനല്ലേ ഇന്ന് പകൽ നാം ദൈവസന്നിധിയിൽ കടന്നു വന്നിരിക്കുന്നത്. നമ്മുടെ കൂട്ടായ്മയുടെ ഉദ്ദേശം അതല്ലേ? ദൈവസന്നിധിയിൽ ഇന്ന് പകൽ ഈ കൂടിവരവിൽ അവൻ്റെ നാഥൻ കേട്ടാൽ അവൻ്റെ സന്നിധിയിൽ കാണപ്പെടണമെന്ന് ഹൃദയത്തിൻ്റെ സമർപ്പണമല്ലേ ഇന്ന് പകലും നമ്മളെ ദൈവസന്നിധിയിൽ വളരെ ആത്മാർത്ഥതയോടെ കടന്നു വരുവാൻ പ്രേരിപ്പിക്കുന്നത്? സഭയ്ക്ക് പറയാൻ കഴിയുന്നത് വരണമേ എന്നാണ്. വേഗം വരണമേ എന്ന് പറയുന്നത് കൊണ്ട് ബന്ധപ്പെടുത്താൻ ഒക്കത്തില്ല. വേഗം വരണമേ എന്ന് പറയുന്നതിന് പകരം വേഗം വരുത്താൻ ബന്ധപ്പെടുത്തുന്ന രണ്ട് കാര്യമുണ്ട്. അതാ പത്രോസ് ഇവിടെ രേഖപ്പെടുത്തിയ വാക്യം. ഒന്ന്, നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം സുവിശേഷീകരണം നാം നിർവഹിക്കണം. എല്ലായിടത്തും വചനം. 24 വാക്യം ഒന്നുകൂടെ ശ്രദ്ധിച്ചേ. സുവിശേഷം സകല ജാതികൾക്കും, കുറിവാക്യം നാം വായിച്ചത് 14 വാക്യം, സകല ജാതികൾക്കും സാക്ഷ്യമായി ഭൂലോകത്തിലൊക്കെയും പ്രസംഗിക്കപ്പെടണം. അത് ആരുടെ ദൗത്യമാ? ആരുടെ ദൗത്യമാ? സ്തോത്രം. എൻ്റെ കൂടെ നിങ്ങളെ വാക്ക് ഒന്ന് ചിന്തിക്കുന്നുണ്ടോ? ദൂതന്മാർ തയ്യാറായിട്ട് നിൽക്കുക. ഞങ്ങളുടെ പക്കൽ കൊണ്ടുവന്ന് തന്നാൽ ഞങ്ങൾ ഈ നിമിഷം കൊണ്ട് മുഴുവൻ ലോകത്തെയും ഇതെത്തിക്കാമെന്ന് പറയുന്ന സന്നദ്ധരായ ദൂതസഞ്ചയങ്ങൾ അവിടെയുണ്ട്. അനവധി ദൂതന്മാർ വേണ്ട, ചിലരെ ഏൽപ്പിച്ചാൽ മതി. നിമിഷങ്ങൾ കൊണ്ട് ഇത് ഭൂലോകം മുഴുവൻ എത്തിക്കും. പക്ഷെ അവരെ ഏൽപ്പിച്ചിട്ടില്ല. അവർ രക്ഷ പ്രാപിപ്പാനുള്ളവരുടെ സേവകാത്മാക്കളായി അവരെ ഏൽപ്പിച്ച ദൗത്യം രക്ഷ പ്രാപിക്കേണ്ടുന്നവർക്ക് വേണ്ടി ചെയ്യുമ്പോൾ, ഈ രക്ഷയുടെ സന്ദേശം എത്തിക്കുവാൻ ഏൽപ്പിക്കപ്പെട്ടത് ആ രക്ഷ പ്രാപിക്കേണ്ടുന്ന, അത് വിശ്വാസത്താൽ നിർണയം പ്രാപിച്ച ദൈവജനം മാത്രമാണ്. അത് നമ്മുടെ പക്കലാണ് അത് ഏൽപ്പിച്ചിരിക്കുന്നത്. ആ പങ്കാളിത്വത്തിലാണ് നമുക്ക് വേഗം വരണമേ എന്ന് പറയാൻ നമ്മുടെ മനസ്സ് പെടയുന്നത്. നിങ്ങൾക്കൊരു പക്ഷെ പെടയുന്നില്ലായിരിക്കും. അകത്തൊരു ഭയമുണ്ട്. അങ്ങ് ഏൽപ്പിച്ച സുവിശേഷത്തിൻ്റെ വ്യാപനത്തിന് വേണ്ടി എന്ത് നിവർത്തിക്കാൻ എനിക്ക് കഴിഞ്ഞു എന്ന് നമ്മുടെ മനസാക്ഷിയോട് നാം ഒന്നുകൂടെ ചോദിക്കുമ്പോൾ, അതിൽ ആ പങ്കാളിത്വത്തിൽ നമുക്ക് പൂർണ്ണമായി ചേരുവാൻ, അതിന് ചുമൽ കൊടുക്കുവാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ, വേഗം വരണമേ എന്ന് പറയുമ്പോൾ ഞാൻ അതിനകത്ത് ഉൾപ്പെടാതെ പോയെങ്കിലോ എന്നുള്ള ഭയം ഒരുവൻ്റെ അകത്ത് വരുമ്പോൾ അവൻ പറയുകയാണ്, ഞാൻ അടുത്ത ദിവസം എന്നെ ഏൽപ്പിച്ച പ്രവൃത്തി എൻ്റെ പ്രാപ്തി പോലെ അങ്ങ് തരുന്ന കൃപയ്ക്കനുസരിച്ച് അല്പമെങ്കിലും ഞാൻ ചെയ്യുവാൻ ഒരുക്കമാണ്. അങ്ങ് വരണമേ.
ഹല്ലേലൂയ. 40-ാമത്തെ സംവത്സരം ഈ സഭയുടെ സ്ഥാപനത്തിൽ ദൈവസന്നിധിയിൽ അന്നു മുതൽ ദൈവത്തെ സേവിക്കുന്ന ഒരു ഗണവും ആയതിനു ശേഷം കാലാകാലങ്ങളിൽ ഇവിടേക്ക് കുടിയേറി വന്ന് ഒരുമിച്ച് കൂട്ടായ്മ ആചരിക്കുന്നവരും നാം ഒരുമിച്ച് സുവിശേഷത്തിന്റെ വ്യാപനത്തിനു വേണ്ടി ചുമൽ കൊടുക്കുന്ന മിഷന്റെ പ്രവർത്തനങ്ങളിൽ ദൈവസന്നിധിയിൽ കേവലം ചില നന്മ അർപ്പിച്ചും മാത്രം തീരുകയില്ല. പ്രാർത്ഥനയിൽ ജാഗരിക്കുവാൻ അവസരം ലഭിക്കുന്ന ഇടങ്ങളിലൊക്കെയും ലജ്ജ കൂടാതെ സുവിശേഷം അറിയിക്കുവാൻ. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവർ ഒരു നിമിഷം കൂടെ സ്തോത്രം ചെയ്യാം. നമുക്കൊത്തിരി പ്രാപ്തി വേണ്ട. ഞാൻ ആ വാക്കുകളൊക്കെ ഞാൻ പുറകിൽ പറഞ്ഞു നിർത്തിക്കോളാം. ഒത്തിരി പ്രാപ്തിയൊന്നും വേണ്ട. ഹല്ലേലൂയ. അവന്റെ മടങ്ങി വരവിനെ ബന്ധപ്പെടുത്തുന്ന ഒന്ന്, ലോകം മുഴുവൻ സുവിശേഷം എത്തണം. 2, നമ്മൾ കറയോ കളങ്കമോ ഏതെങ്കിലും ശേഷിക്കുന്നെങ്കിൽ അതുകൂടെ നീക്കപ്പെടണം. ഓരോ കൂടിവരവിലും ദൈവവചനത്തിന് മുൻപാകെ നാം നിൽക്കുമ്പോൾ ദൈവാത്മാവ് നമ്മുടെ ഏതെങ്കിലും കറയോ കളങ്കമോ ചൂണ്ടിക്കാണിക്കുന്നെങ്കിൽ, ആ ഒരു സന്ദേശത്തിൻ്റെ മുൻപിൽ ഹൃദയം കുത്തുകൊള്ളുന്നെങ്കിൽ, നമ്മൾ നിമിത്തമല്ലേ അവൻ വാതിക്കൽ തന്നെ നിന്ന് വാതിൽ അടയ്ക്കാതെ നിൽക്കുന്നത്, നമ്മൾ കൈവിടപ്പെടാതിരിക്കാൻ. 3 കാര്യം. സുവിശേഷീകരണ പങ്കാളിത്വത്തിൽ ദൗത്യ നിർവഹണത്തിനു വേണ്ടി അയക്കപ്പെട്ട പിതാവിനാൽ അയക്കപ്പെട്ട പുത്രൻ നിവർത്തിച്ച 3 ഉപാധികൾ നിങ്ങളുടെ മുൻപിൽ സ്പഷ്ടമായി നമുക്കറിയാവുന്നത് പറഞ്ഞു വാക്ക് നിർത്തുന്നു. സ്തോത്രം. അവൻ വചനമായിരുന്നു, വചനമായവൻ ജഡമെടുത്തു. സുവിശേഷീകരണത്തിൻ്റെ വ്യാപനത്തിന് ഒന്നാമത് ഒരു ദൈവ പൈതലിന് സുവിശേഷ വ്യാപനത്തിനു വേണ്ടി പങ്കാളിത്വം എന്ന് പറയുന്നത് ജീവിതം കൊണ്ട് സുവിശേഷത്തിൻ്റെ അനുസരണത്താൽ സുവിശേഷത്തെ പ്രതിഫലിപ്പിക്കുക. ഒന്നുകൂടെ വാക്യം പറയുന്നു, വചനം ജഡമായി. ജീവിതത്തിൽ പ്രദർശിപ്പിക്കത്തക്ക നിലയിൽ യോഹന്നാൻ പറയുന്ന വാചകം എന്തുവാ? ഞങ്ങൾ കണ്ടതും ഞങ്ങൾ കേട്ടതും ഞങ്ങളുടെ കൈ തൊട്ടതുമായ. അങ്ങനെയെങ്കിൽ ഈ സുവിശേഷത്തിന്, ഈ വചനത്തിന് കാണത്തക്ക നിലയിൽ ജീവിതം കൊണ്ട് പ്രദർശിപ്പിക്കാൻ ഈ സുവിശേഷത്തിൻ്റെ അനുസരണത്തിലൂടെ നമുക്ക് കഴിയുമെന്നുള്ളതാണ് മിഷന്റെ ദൗത്യത്തിൻ്റെ പ്രഥമ പങ്ക്. ഞാൻ ഒരിക്കൽ ഓർപ്പിച്ച പദം നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും. ഒരു ലഘുലേഖയുമായി ഞങ്ങൾ ഒരിക്കൽ ഒരു ദേശത്ത് എല്ലാ ഇടങ്ങളിലും വ്യാപകമായ ചില സുവിശേഷീകരണ പ്രവർത്തനങ്ങൾ ഒരു പ്രത്യേക സമയങ്ങളിൽ നിർവഹിക്കാനായിരുന്ന ഇടങ്ങളിൽ ലഭിച്ചിട്ടുണ്ട്. ഒരിക്കൽ ഒരിടത്ത് പോയ സന്ദർഭത്തിൽ ഒരു വ്യക്തിയോട് പറഞ്ഞ വാചകം ഗ്രഹിപ്പാൻ കഴിഞ്ഞത്, വചനവുമായി കടന്നു ചെന്നപ്പോൾ, പോയി നിൻ്റെ അമ്മായിയമ്മയ്ക്ക് വെള്ളം കൊറി, എന്നിട്ട് ഇതും കൊണ്ട് വരാൻ. തമാശയ്ക്ക് ഞാനൊരു ലോക്കൽ ലാംഗ്വേജ് പറഞ്ഞതല്ല. സുവിശേഷവുമായി ചെന്ന വ്യക്തിക്ക് ജീവിതം കൊണ്ട് ആ സഹോദരിയിൽ നിന്ന് സുവിശേഷത്തിൻ്റെ പ്രതിഫലനം സമൂഹത്തിലില്ലാഞ്ഞതുകൊണ്ട് ആ വ്യക്തിയെ സമൂഹം മനസ്സിലാക്കിയ യാഥാർത്ഥ്യം വിരൽ ചൂണ്ടിക്കൊണ്ട് അവർ പറഞ്ഞതാ, നീ പോയി ഈ സുവിശേഷം ആദ്യം നിന്റെ ജീവിതത്തിൽ അനുവർത്തിക്കുന്നത് കുടുംബത്തിൽ കാണിക്കാൻ. ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞതാണിത്. നമുക്കൊത്തിരി പ്രസംഗിക്കാൻ കൃപ ലഭിച്ചിട്ടില്ലായിരിക്കാം. കർത്താവിൻ്റെ രാജ്യത്തിൻ്റെ കെട്ടുപണിക്ക് വേണ്ടി ഒത്തിരി കൊടുക്കാൻ നന്മയുമില്ലായിരിക്കാം. പക്ഷെ ജീവിതത്തിൽ ഈ ആത്മീക മൂല്യം,
സുവിശേഷത്തിൻ്റെ പ്രാഥമിക പാഠമെങ്കിലും ദൈവസ്നേഹത്തിലും ക്ഷമയിലും സഹിഷ്ണുതയിലും ജീവിതത്തിലൂടെ പ്രദർശിപ്പിക്കുവാൻ കഴിയുന്നെങ്കിൽ, നിങ്ങൾ ഒരു ലഘുലേഖ കൊടുക്കുന്നതിനേക്കാൾ നോർത്ത് ഇന്ത്യയിൽ പണ്ട് ചില മിഷണറിമാരെ കണ്ടുകൊണ്ട് ചില സുവിശേഷകരോട് ഗ്രാമവാസികൾ പറഞ്ഞു, നിങ്ങൾ പറയുന്ന ഈ മസിഹ ഞങ്ങളുടെ ദേശത്ത് പാർക്കുന്നുണ്ടെന്ന്. സുവിശേഷവുമായി ചെന്ന ഒരു മിഷണറിയെ നോക്കി വേറൊരു ടീം ആ പ്രദേശത്ത് പ്രവർത്തനത്തിന് ചെന്നപ്പോൾ അവരെ നോക്കി പറഞ്ഞു, നിങ്ങൾ പറയുന്ന ഈ യേശു ഞങ്ങളുടെ ഈ ഗ്രാമത്തിൽ താമസിക്കുന്നുണ്ട്. അന്വേഷിച്ച് ചെന്നപ്പോൾ അവരെക്കാൾ വർഷങ്ങൾക്ക് മുൻപ് സുവിശേഷവുമായി വന്ന ഒരു സാധുവായ ഭക്തൻ ആ ദേശത്ത് ജീവിതം കൊണ്ട് തെളിയിച്ച യേശുവിനെ അവർക്ക് നിഷേധിക്കാൻ കഴിയുകയില്ലെങ്കിൽ, നമ്മുടെ സമൂഹത്തിൻ്റെ നടുവിൽ, നമ്മുടെ ദേശത്ത് നാം ഒരുപക്ഷെങ്കിൽ വടക്കേ ഇന്ത്യയിലേക്ക് നാം കൊടുക്കുന്നത് അത് ദൈവസന്നിധിയിൽ, അല്ലെങ്കിൽ നമ്മുടെ വിവിധ ഇടങ്ങളിലേക്ക് കൊടുക്കുന്നത് നമ്മുടെ ദൈവസന്നിധിയിലെ പങ്കാളിത്വമാണ്. എന്നാൽ ഈ പ്രഥമ ദൗത്യത്തിൽ പരാജയപ്പെട്ടാൽ അതിൻ്റെ പ്രതിഫലം മേടിക്കാൻ ഞാനും നിങ്ങളും അവിടെ കാണുകയില്ല. അനേക വ്യാപനത്തിനു വേണ്ടി അനേക പ്രവർത്തികൾ ചെയ്തിട്ട് നാം അവിടെ അതിന് പ്രതിഫലം മേടിക്കാൻ ചെന്നില്ലെങ്കിൽ, ആകയാൽ സുവിശേഷം നമ്മുടെ ജീവിതത്തിലൂടെ ക്രിസ്തു കാണിച്ചതുപോലെ വചനം ജഡമെടുക്കട്ടെ. ഈ സുവിശേഷം അനുസരണ പദത്തിലൂടെ നമ്മുടെ സമൂഹത്തിൽ, ദേശത്ത് സാക്ഷ്യമായി നമ്മിലൂടെ പ്രതിഫലിക്കട്ടെ. 2, അവൻ വചനം പ്രസംഗിച്ചു. ഒന്നാമത്തെ വാക്യം ഞാൻ പറയാം. ഒന്നാമത്തേത് യോഹന്നാൻ 1:14 ഇപ്പോൾ പറഞ്ഞത്. രണ്ടാമത്തേത് മത്തായി 4:17. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, ആകയാൽ മാനസാന്തരപ്പെടുവീനെന്ന് യേശു പ്രസംഗിച്ചു. 1 ജീവിതം കൊണ്ട് പ്രദർശിപ്പിക്കുകയാണെങ്കിൽ, 2 നമ്മുടെ നാവ് കൊണ്ട് നമ്മുടെ പക്കൽ നാം അനുഭവിക്കുന്ന ഈ സുവിശേഷം ലജ്ജ കൂടാതെ പറയണം. പലയിടങ്ങളിലും ഒരു ദൈവ പൈതലാണെന്ന് ജോലി മണ്ഡലങ്ങളിൽ ആർക്കെങ്കിലും അറിയുമോ? നാം കടന്നു പോകുന്ന ഇടങ്ങളിൽ അറിയുമോ? ഒരു കാലത്ത് ജീവിതത്തിലെ ചില വേർപാടിൻ്റെ ചില പ്രത്യേക അനുസരണം കൊണ്ട് നമ്മളെ കാണുന്നവർ വിരൽ ചൂണ്ടി പറയുമായിരുന്നു, ഇവർ പെന്തിക്കോസുകാരാണെന്ന്. പക്ഷെ ഇന്ന് ലോകത്തിന് മുമ്പിൽ എന്തെങ്കിലും അങ്ങനെയെങ്കിലും വ്യത്യാസം പറയാൻ വല്ലതും ഉണ്ടോ? ലോക മനുഷ്യനുള്ളത് എന്താ നമുക്കിന്നില്ലാത്തത്? ദൈവം എന്നെ അനുഗ്രഹിച്ചെന്ന് പറഞ്ഞ് അവനെ വെല്ലുന്ന രീതിയിൽ അവൻ കാണിക്കുന്നതിൻ്റെ അപ്പുറം കാണിക്കാൻ, എന്നിട്ട് ഇതെൻ്റെ ദൈവം എന്നെ അനുഗ്രഹിച്ചെന്ന് പറയാൻ നാം വെമ്പൽ കൊള്ളുമ്പോൾ സുവിശേഷത്തിൻ്റെ വാതിലടയ്ക്കുന്നത് മറ്റാരുമല്ല, യേശുവിൻ്റെ നാമത്തിൽ ജയം. സ്വയശോധന ചെയ്യണം, സ്വയശോധന ചെയ്യണം. ഹല്ലേലൂയ. ലജ്ജ കൂടാതെ പറയണം, ഞാനൊരു ദൈവ പൈതലാണ്, എനിക്കത് പാടില്ല. എൻ്റെ യേശു അത് ചെയ്തിട്ടില്ല. ചിലരൊക്കെ ചോദിച്ചിട്ടില്ലേ, ഞങ്ങളുടെ കൂടെയുള്ള ക്രിസ്ത്യാനികൾ ഇതൊക്കെ ചെയ്യുമല്ലോ, നിങ്ങൾക്കെന്നാ വ്യത്യാസം? അത് ഞങ്ങൾ വ്യത്യസ്തരാണെന്ന് പറയാൻ ചങ്കുറപ്പ് വേണം. ഹല്ലേലൂയ. ഞാനും നിങ്ങളെപ്പോലെയാണെന്ന് പറഞ്ഞ് നിങ്ങൾക്കുള്ളതിനേക്കാൾ വേണ്ടി ഞങ്ങൾക്കിന്ന് ദൈവം ഞങ്ങൾക്ക് തന്നെന്ന് പറയുന്നതല്ല സുവിശേഷം. നിങ്ങൾ ഞങ്ങളെക്കാൾ പലതിനും അടിമപ്പെട്ടവരെങ്കിൽ ഞങ്ങൾ വ്യത്യസ്തരാകുന്നത് ഈ സുവിശേഷത്തിൻ്റെ അനുസരണമാണെന്ന് ലജ്ജ കൂടാതെ പറയുവാൻ, രക്ഷയുടെ സന്ദേശം പറയുവാൻ നമുക്ക് പ്രതിജ്ഞാബദ്ധരാകാം. സ്തോത്രം. 3, താൻ ശിഷ്യന്മാരെ അയച്ചു. മത്തായി 10:5-7 വാക്യങ്ങൾ. താൻ വചനം ജഡമായി സുവിശേഷത്തിൻ്റെ പ്രദർശനമായി. 2, താനായി തന്നെ സുവിശേഷം പ്രസംഗിച്ചു. 3,
തനിക്ക് പകരം ശിഷ്യന്മാരെ ഈ 3 വിഷയത്തിലും നാം ഉത്തരവാദിത്വപ്പെട്ടവരാണ്. സ്തോത്രം. സഭ എന്ന ഈ ആത്മീക ബന്ധത്തിൽ നാം എത്തിച്ചെല്ലുവാൻ കഴിയാത്ത ചില ഇടങ്ങളിലേക്ക് നമുക്ക് പകരം ചിലരെ അയക്കാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശ്വസിക്കുന്ന ദൈവജനം ഒന്ന് സ്തോത്രം ചെയ്താട്ട്. നമുക്ക് പകരം ചിലരെ അയക്കുവാൻ യേശുനാഥൻ തനിക്ക് അവിടെ കൊടുത്തു വിടുവാൻ മറ്റൊന്നുമില്ല. പക്ഷെ താൻ ഒന്ന് പറഞ്ഞു, ഞാൻ എല്ലാ കാലവും നിങ്ങളോട് കൂടെയുണ്ട്. സ്തോത്രം. അവൻ അയക്കുമ്പോൾ അവൻ്റെ സാന്നിധ്യം കൊണ്ട് അവരോട് കൂടെ ഇരുന്ന് അവനത് നിർവഹിക്കുവാൻ അവരെ പ്രാപ്തരാക്കിയെങ്കിൽ നാം ചെയ്യുന്ന സുവിശേഷത്തിൻ്റെ പങ്കാളിത്വത്തിൽ നമുക്ക് അഭിമാനത്തോടെ ദൈവസന്നിധിയിൽ സ്തോത്രം ചെയ്യാം. ഒരിക്കൽ കൂടെ സന്തോഷത്തോടെ ഹല്ലേലൂയ. ഒന്ന്, ജീവിതം കൊണ്ട് സുവിശേഷത്തിൻ്റെ പ്രഖ്യാപനം അനുസരണത്തിലൂടെ. 2, നാവ് കൊണ്ട് സുവിശേഷം അറിയിക്കുന്നതിലൂടെ. 3, നാം എത്തിച്ചേരുവാൻ കഴിയാത്ത ഇടങ്ങളിൽ നമുക്ക് പകരം ചിലരെ അയച്ച് നിവർത്തിക്കുന്നതിലൂടെ. ഇത് യേശു കാണിച്ച 3 മാതൃകയാണ്. ആയതിൽ 3 ഭാഗത്തും നാം ഉത്തരവാദിത്വപ്പെട്ടവരാണ്, കടംപെട്ടവരാണ്. ഒഴിഞ്ഞിരിപ്പാൻ നമുക്ക് കഴിയുകയില്ല. കണ്ണുകളെ അടയ്ക്കാം. ഹല്ലേലൂയ. ഗായക സംഘം ഗാന ശുശ്രൂഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുമ്പോൾ പരസ്യമായി പ്രസ്താവിക്കപ്പെടുവാൻ ദൈവകൃപയിൽ ശരണപ്പെട്ടും നമുക്കെത്തിപ്പെടുവാൻ കഴിയാത്ത ഇടത്ത് ചിലരെ എത്തിക്കേണ്ടതിന് അയച്ചും ആ സുവിശേഷ വ്യാപനത്തിൽ പങ്കാളികളാകാം. അത് നിവർത്തിക്കപ്പെടുമ്പോൾ അവൻ്റെ ശബ്ദം, കർത്താവിൻ്റെ നാദം മുഴങ്ങും. ഒരു നിമിഷം ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. ഇന്ന് പകൽ ഈ വചനത്തിൻ്റെ മുൻപാകെ ദൈവസന്നിധിയിൽ സമർപ്പണത്തോടെ, അപ്പാ, അങ്ങ് വേഗം വരണമേ എന്ന് പലപ്പോഴും പറയുവാൻ മനസ്സ് ആഗ്രഹമുണ്ടെങ്കിലും കഴിയാത്തത്, അങ്ങ് ആഗ്രഹിക്കുന്ന ആ പ്രവർത്തിപഥത്തിൽ എത്തിക്കേണ്ടുന്ന വസ്തുതകളിൽ പലയിടങ്ങളിലും പരാജയപ്പെട്ടിട്ടുണ്ട് എന്നുള്ള ബോധ്യത്തിൽ അങ്ങ് വരണമേ എന്ന് മാത്രമേ എനിക്ക് പറയുവാൻ കഴിയുന്നുള്ളൂ. എന്നാൽ ഇന്ന് പകൽ ഞങ്ങൾ ചേർന്ന് പറയട്ടെ, ആ ദൗത്യ നിർവഹണത്തിൽ പങ്കാളികളായിക്കൊണ്ട് ഞങ്ങൾ ഒരുമിച്ച് പറയട്ടെ, അങ്ങ് വേഗം വരണമേ എന്ന്. അത് പറയുവാനുള്ള യോഗ്യത ഈ സുവിശേഷത്തിൻ്റെ വ്യാപനത്തിനു വേണ്ടി
ഞങ്ങളെ തന്നെ സജ്ജരാക്കി അയച്ച്, ജീവിതം കൊണ്ട് പ്രദർശിപ്പിച്ച്, വാക്കുകൊണ്ട് പ്രസംഗിച്ച്, അയക്കേണ്ടവരെ അയച്ച് അതിൽ പങ്കാളിത്വം വഹിച്ച വരവിന് വേണ്ടി ഒരുങ്ങുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കും. അങ്ങ് നൽകിയ അധികാരത്തിൽ അങ്ങയുടെ നാമത്തിൽ നിന്റെ ജനത്തെ അനുഗ്രഹിക്കുന്നു. നിന്റെ ജനം അതിനായി സജ്ജരായി, ഒരുക്കമുള്ളവരായി, കറയും കളങ്കവുമില്ലാത്തവരായി, മൂല്യങ്ങളെ സൂക്ഷിക്കുന്നവരായി മുന്നേറുവാൻ അങ്ങ് കൃപ ചെയ്യും. ഗായക സംഘത്തെ ആശീർവദിക്കും. ഒരുമിച്ചങ്ങെ പാടി മഹത്വപ്പെടുത്തട്ടെ. യേശുവിൻ നാമത്തിൽ തന്നെ ചേർന്ന് പാടി ചില നിമിഷങ്ങൾ കർത്താവിനെ മഹത്വപ്പെടുത്താം. ദൈവത്തിൻ്റെ കൂട്ടിവരുത്തിയതായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമുക്കെല്ലാവർക്കും ഒരുമിച്ച് ചേർന്ന് നമുക്കറിയാവുന്ന ചില പാട്ടുകൾ ചേർന്ന് പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. സ്തോത്രം. നിൻ സ്നേഹം പാടുവാൻ, നിൻ നാമം ഉയർത്തുവാൻ, നിൻ സേവ ചെയ്യുവാൻ, നിന്നെ പുകഴ്ത്തുവാൻ. നിൻ സ്നേഹം പാടുവാൻ, നിൻ നാമം ഉയർത്തുവാൻ, നിൻ സേവ ചെയ്യുവാൻ, നിന്നെ പുകഴ്ത്തുവാൻ. എൻ ദൈവമേ, എൻ ദൈവമേ, എൻ ദൈവമേ, അങ്ങേ ആരാധിക്കും. എൻ ദൈവമേ, എൻ ദൈവമേ, എൻ ദൈവമേ, അങ്ങേ ആരാധിക്കും. ആശയിൽ നിന്നെ ഉയർത്തിയല്ലോ നീ, ആമോദത്താൽ ഞാൻ ആനന്ദം കൊള്ളുന്നു. ആശയിൽ നിന്നെ ഉയർത്തിയല്ലോ നീ, ആമോദത്താൽ ഞാൻ ആനന്ദം കൊള്ളുന്നു. എന്റെ യേശുവേ,
ദൈവമേ, എൻ ദൈവമേ, എൻ ദൈവമേ, അങ്ങേ ആരാധിക്കുന്നു. എൻ ദൈവമേ, എൻ ദൈവമേ, എൻ ദൈവമേ, അങ്ങേ ആരാധിക്കുന്നു. എൻ ദൈവമേ, എൻ ദൈവമേ, എൻ ദൈവമേ, അങ്ങേ ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്കറിയാമല്ലോ, നമ്മളിന്ന് മിഷൻ സൺഡേ ആയിട്ട് വേർതിരിച്ചിരിക്കുകയാണ്. നമ്മുടെ മിഷൻ ബോർഡിനോടൊപ്പം തോളോട് തോൾ ചേർന്നുകൊണ്ട് നമ്മുടെ കർത്താവിൻ്റെ നാമത്തെ മഹിമപ്പെടുത്തുവാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ. നമുക്കറിയാം, നമ്മുടെ കർത്താവിൻ്റെ നാമം ഏറ്റവും ഉന്നതമായ നാമമാണ്, ഏറ്റവും പരിശുദ്ധമായ നാമമാണ്, എല്ലാ നാമത്തിനും മേലായ നാമമാണ്, ഏറ്റവും മധുരമായ നാമമാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു പഴയ പാട്ട് ചേർന്ന് പാടി നമ്മുടെ ദൈവത്തെ മഹത്വപ്പെടുത്താം. സ്തോത്രം. യേശുവിൻ നാമം മധുരിമനാമം, ഇണയില്ല നാമം, ഇമ്പനാമം. 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 പാപത്തിൻ ഭാരം ശാപവും നീക്കും, പരമസന്തോഷം ഏകിടും നാമം. പാപത്തിൻ ഭാരം ശാപവും നീക്കും, പരമസന്തോഷം ഏകിടും നാമം. യേശുവിൻ നാമം മധുരിമനാമം, ഇണയില്ല നാമം, ഇമ്പനാമം. യേശുവിൻ നാമം മധുരിമനാമം, ഇണയില്ല നാമം, ഇമ്പനാമം. പരിമള തൈലം യേശുവിൻ നാമം, പാരങ്ങും വാസന വീശിടും നാമം. പരിമള തൈലം യേശുവിൻ നാമം, പാരങ്ങും വാസന വീശിടും നാമം. യേശുവിൻ നാമം മധുരിമനാമം, ഇണയില്ല നാമം, ഇമ്പനാമം. യേശുവിൻ നാമം മധുരിമനാമം, ഇണയില്ല നാമം, ഇമ്പനാമം. വാനിലും ഭൂവിലും മേലായ നാമം, വാരാതിവാരവരേശുവിൻ നാമം. വാനിലും ഭൂവിലും മേലായ നാമം, വാരാതിവാരവരേശുവിൻ നാമം. യേശുവിൻ നാമം മധുരിമനാമം, ഇണയില്ല നാമം, ഇമ്പനാമം. യേശുവിൻ നാമം മധുരിമനാമം, ഇണയില്ല നാമം, ഇമ്പനാമം. വാഗ്ദത്തമഖിലം നൽകിടും നാമം, ആശ്രിതകാലംബനായക നാമം. വാഗ്ദത്തമഖിലം നൽകിടും നാമം, ആശ്രിതകാലംബനായക നാമം. യേശുവിൻ നാമം മധുരിമനാമം, ഇണയില്ല നാമം, ഇമ്പനാമം. യേശുവിൻ നാമം മധുരിമനാമം, ഇണയില്ല നാമം, ഇമ്പനാമം. മുഴങ്കാലുകളെല്ലാം വണങ്ങിടും നാമം, ഏവരും ഒരുപോൽ വണങ്ങിടും നാമം. മുഴങ്കാലുകളെല്ലാം വണങ്ങിടും നാമം, ഏവരും ഒരുപോൽ വണങ്ങിടും നാമം. യേശുവിൻ നാമം മധുരിമനാമം, ഇണയില്ല നാമം, ഇമ്പനാമം. യേശുവിൻ നാമം മധുരിമനാമം, ഇണയില്ല നാമം, ഇമ്പനാമം. എത്ര മഹാത്ഭുതമേശുവിൻ നാമം, പരിശുദ്ധ 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 നാമം. എത്ര മഹാത്ഭുതമേശുവിൻ നാമം, പരിശുദ്ധ 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 നാമം. യേശുവിൻ നാമം മധുരിമനാമം, ഇണയില്ല നാമം, ഇമ്പനാമം.
പരിശുദ്ധൻ പരിശുദ്ധനാമം. എത്ര മഹാത്ഭുതമേശുവിൻ നാമം. പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനാമം. യേശുവിൻ നാമം മധുരിമനാമം. ഇടയില്ല നാമം ഇമ്പനാമം. അവൻ യേശുവിൻ നാമം മധുരിമനാമം. ഇടയില്ല നാമം ഇമ്പനാമം. വാഗ്ദത്തമഖിലവും നൽകിടും നാമം. ആശ്രിതർക്കാലംബനായക നാമം. വാഗ്ദത്തമഖിലവും നൽകിടും നാമം. ആശ്രിതർക്കാലംബനായക നാമം. യേശുവിൻ നാമം മധുരിമനാമം. ഇടയില നാമം ഇമ്പനാമം. യേശുവിൻ നാമം മധുരിമനാമം. ഇടയില നാമം ഇമ്പനാമം. എത്ര മഹാത്ഭുതമേശുവിൻ നാമം. പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനാമം. എത്ര മഹാത്ഭുതമേശുവിൻ നാമം. പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനാമം. യേശുവിൻ നാമം മധുരിമനാമം. ഇടയില്ല നാമം ഇമ്പനാമം. ഓ യേശുവിൻ നാമം മധുരിമനാമം. ഇടയില്ല നാമം ഇമ്പനാമം. യേശുവിൻ നാമം മധുരിമനാമം. ഇടയില്ല നാമം ഇമ്പനാമം. ആമേൻ. യേശുവിൻ നാമം മധുരിമനാമം. ഇടയില്ല നാമം ഇമ്പനാമം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. Praise you, praise you. Hallelujah. നാമെല്ലാവരും ആ നിൽക്കുന്ന നിൽപ്പിൽ തന്നെ നിന്നുകൊണ്ട് ഒരു സങ്കീർത്തന ഭാഗം നാം വായിച്ച് ദൈവത്തിന് മഹത്വം കരേറ്റുവാൻ ദൈവസന്നിധിയിൽ നമുക്ക് സമയം വിനിയോഗിക്കാം. സാംസ് നമ്പർ 119 വേഴ്സസ് 121 through 128. 121 മുതൽ 128 വരെയുള്ള വാക്യങ്ങൾ വാക്യപ്രതിവാക്യമായി വായിച്ച് നമ്മുടെ കർത്താവിന് നമുക്ക് വീണ്ടും മഹത്വം കരേറ്റാം. നമുക്ക് വായിക്കാം. ഞാൻ നീതിയും ന്യായവും പ്രവർത്തിക്കുന്നു. എന്റെ പീഡകന്മാർക്ക് എന്നെ ഏൽപ്പിച്ചു കൊടുക്കരുതേ. Ensure your servants' well-being. Do not let the arrogant oppress me. എന്റെ കണ്ണ് നിന്റെ രക്ഷയെയും നിന്റെ നീതിയുടെ വചനത്തെയും കാത്തിരുന്ന് ക്ഷീണിക്കുന്നു. Deal with your servant according to your love and teach me your decrees. ഞാൻ നിന്റെ ദാസനാകുന്നു. നിന്റെ സാക്ഷ്യങ്ങളെ ഗ്രഹിക്കുവാൻ എനിക്ക് ബുദ്ധി നൽകണമേ. It is time for you to act, Lord. Your law is being broken. അടുത്ത രണ്ട് വാക്യങ്ങൾ നമുക്ക് ചേർന്ന് വായിക്കാം. Because I love your commandments more than gold, more than pure gold, and because I consider all your precepts right, I hate every wrong path. ഞാൻ സകല വ്യാജമാർഗത്തെയും വെറുക്കുന്നു. നമ്മുടെ വിശുദ്ധ കരങ്ങളെ ദൈവസന്നിധിയിലേക്ക് ഉയർത്തി ആ ദൈവവചനത്തോടുള്ള നീതിബോധത്തിൽ അല്പസമയം നന്ദിയോടെ ദൈവത്തിന് മഹത്വം കൊടുക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ. അറുക്കപ്പെട്ട കുഞ്ഞാടിന് മഹത്വം. ദയവായി എല്ലാവർക്കും അതാത് സ്ഥാനങ്ങളിൽ ഇരിക്കാമല്ലോ. പ്ലീസ് ബി സീറ്റഡ്. കർത്താവിൻ്റെ ധന്യ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരിക്കൽ കൂടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാ ബഹുമാന്യരായ ദൈവദാസന്മാർക്കും എല്ലാ ദൈവമക്കൾക്കും വേഗം വരുന്ന ക്രിസ്തുവേശുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ ഹൃദയത്തിൻ്റെ ഭാഷയിൽ സ്നേഹവന്ദനം, സ്വാഗതം ഒരിക്കൽ കൂടെ അറിയിക്കുന്നു. വിശേഷാൽ ഓൺലൈനിൽ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ സ്നേഹവന്ദനം അറിയിക്കുന്നു. റെക്കഗ്നൈസ് ചെയ്യുവാൻ നമ്മുടെ പ്രിയപ്പെട്ടവരെ, അതിഥികളായി നമ്മുടെ മധ്യ കടന്നു വന്നിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ചില നിമിഷങ്ങൾ വേർതിരിക്കുകയും ഇന്ന് പകലത്തെ ക്രമീകരണങ്ങളിൽ ഒരു ചെറിയ ചേഞ്ച് വരുത്തുകയാണ്. ഒടുവിലായി ചില വാക്കുകൾ ഗ്രീറ്റ് ചെയ്യുവാൻ പ്രിയപ്പെട്ടവർക്ക് നൽകപ്പെടേണ്ടുന്ന സമയം ഞാൻ ഈ സമയം തന്നെ അവർക്കതിന് വേർതിരിക്കുകയാണ്. ആയതിനു ശേഷം പ്രാർത്ഥനാ വിഷയങ്ങളും പറഞ്ഞ് ഒന്ന് രണ്ട് വാക്കുകൾ അത്യാവശ്യമായി നന്ദി സൂചകമായി ചില വാക്കുകൾ ഓർപ്പിപ്പാനുള്ളതും ഒക്കെ ഓർപ്പിച്ചതിന് ശേഷം ശുശ്രൂഷ ഇംഗ്ലീഷ് കൊയർ ആയതിനു ശേഷമായിരിക്കും എന്ന് ഗാന ശുശ്രൂഷയ്ക്ക് കടന്നു വരുന്നത്. അത് കഴിഞ്ഞ് കർത്താവരിദാസിൻ്റെ ഇംഗ്ലീഷ് മെസ്സേജ് കഴിയുന്ന ഉടൻ തന്നെ കർത്തൃമേശയും, കർത്തൃമേശയ്ക്ക് അനന്തരം നാം ഗാനം ആലപിക്കുന്നത് മിഷൻ ടീമായിരിക്കും ഇന്ന് ഗാനം ആലപിക്കുന്നത്.
ആ ഗാനം ആലപിക്കുമ്പോൾ നാം പതിവായി ചെയ്യുന്നത് പോലെ പ്രാരംഭ ഓഫറിംഗ് സഭയുടെ റെഗുലറായി നിർവഹിക്കുന്ന ഓഫറായിരിക്കും ആദ്യത്തേത്. ദ ഫസ്റ്റ് ഓഫറിംഗ് വിച്ച് ദ ബാഗ് കംസ് ടു യു will be the regular offering which we used to take in every Sunday. But the second offering is the important one which we separated this day as for the mission. The second offering will be for the mission work. We know that there are many people for one and more than one missionary supporting regularly for 1 year or 2 years. In that way, most of the people are regularly supporting the mission work that is there. But at the same time, all together, we have a privilege to offer for the mission from this very day for the mission work in a specific manner, so that offering very liberal mind, with a free will, with joyful heart, this day you can offer for the mission field. Okay, വളരെ പ്രത്യേകമായി മിഷൻ ഫീൽഡിൽ നിന്ന് കടന്നു വരുന്നവർ അതിനുശേഷം ആ ഗാനത്തിന് ശേഷം നമ്മുടെ ഇതുവരെയുള്ള പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള മിഷൻ റിപ്പോർട്ട് അതിന് ശേഷം തന്നതിന് ശേഷം പിന്നെ ഒരു ഓഫറിങ് എടുക്കുന്നില്ല. അതിന് മുൻപ് തന്നെ എടുക്കുന്നത് കൊണ്ടാണ് ഞാൻ ഇത്രയും അതിൻ്റെ ഇമ്പോർട്ടൻസ് പറഞ്ഞത്. ആയതുകൊണ്ട് വളരെ ആത്മാർത്ഥമായി തികഞ്ഞ ദൈവ സ്നേഹത്തിൽ സന്തോഷത്തോടെ, നിർബന്ധത്താലല്ല, ഞരങ്ങിയല്ല, സന്തോഷത്തോടെ കൊടുക്കുന്നവനെ, ബാക്കി പറഞ്ഞില്ല, ദൈവം സ്നേഹിക്കുന്നു. കഴിഞ്ഞ നാളുകളിൽ ആ ദൈവസ്നേഹം അനുഭവിച്ചവരാ നമ്മൾ കൊടുത്തതൊന്നും നിർബന്ധത്താലല്ല, നമ്മുടെ ഹൃദയത്തിൽ നമുക്ക് ലഭിച്ചതിൽ നിന്ന് സന്തോഷത്തോടെ കൊടുത്തു. സഭ ഇന്നുവരെ അനുഗ്രഹിക്കപ്പെട്ടത് അതിൻ്റെ പ്രതിഫലനമാണ്. മേലാലും ദൈവം വിശ്വസ്തൻ. ഒരിക്കൽ കൂടെ സന്തോഷത്തോടെ കരമുയർത്തി സ്തോത്രം ചെയ്യാം. ദൈവമായ കർത്താവ് സഹായിക്കട്ടെ. ഹല്ലേലൂയ. അതിഥികളായി കടന്നു വന്ന പ്രിയപ്പെട്ടവരെ റെക്കഗ്നൈസ് ചെയ്യുവാനുള്ള സമയം വിനിയോഗിക്കുന്നു. പ്രാരംഭമായി ഇന്ന് പകൽ നമ്മുടെ മധ്യേ കടന്നു വന്നിരിക്കുന്ന പ്രിയപ്പെട്ടവരിൽ അജിത്, ജോൺ ആൻഡ് ഗ്രേസി എഡ്മണ്ടൺ, കാനഡയിൽ നിന്ന് നമുക്കറിയാം ഈ കഴിഞ്ഞ ദിനങ്ങളിൽ നമ്മുടെ പ്രിയപ്പെട്ട ഭവനത്തോട് ബന്ധപ്പെട്ട് അമ്മച്ചിയുടെ വേർപാടിനോട് ബന്ധപ്പെട്ട് അനേക പ്രിയപ്പെട്ടവർ കടന്നു വരികയുണ്ടായി. പലരും കടന്നുപോയി, എന്നാൽ പലരും ഇവിടെ ഇന്ന് സംബന്ധിക്കുന്നു. അമ്മച്ചിയുടെ അവിടെ ഓർപ്പിച്ചു, മൂത്ത മകൾ 84 വയസ്സുണ്ട്. ആ അമ്മച്ചിയുടെ ഭർത്താവ്, ആ 84 വയസ്സുള്ള മൂത്ത മകളുടെ ഭർത്താവ് സുവിശേഷ വയലിൽ അധ്വാനിച്ച് കർത്തൃസന്നിധിയിൽ ചേർക്കപ്പെട്ടു. ആ മകളുടെ മകൻ ജോർജ് കുട്ടി പാസ്റ്റർ കർത്താവിൻ്റെ സേവ ചെയ്യുന്നു. ആ പാസ്റ്ററുടെ മകൾ കുടുംബമാണ് ഈ പറയപ്പെട്ട കുടുംബം എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കാനഡയിൽ നിന്ന് ആ പാസ്റ്റർക്ക് എത്തിച്ചേരുവാൻ വിസയുടെ എന്തോ തടസ്സം നിമിത്തം കഴിഞ്ഞില്ല. എന്നാൽ ആ പ്രിയ മകൾ കുടുംബം ഇവിടെ ഉണ്ട്. അവരൊന്ന് എഴുന്നേറ്റ് നിൽക്കാമോ? യെസ്. ഹൃദയംഗമായി ഞങ്ങളുടെ സ്നേഹവും ഞങ്ങളുടെ പ്രാർത്ഥനയും അറിയിക്കുന്നു. ഒരു വാക്ക് പ്രസ്താവിക്കാൻ, സഭയെ ഗ്രീറ്റ് ചെയ്യാനായിട്ട് ഒരു വാക്ക് വേണം, പ്രസ്താവിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. Praise the Lord, everyone. My name is Grainy and I am Ammachi's granddaughter. I consider myself blessed to attend all the services in the past few weeks. Past few days. Ammachi and Appachan stayed with us for a few days in Delhi, in Janakpuri Church before migrating here. Appacha used to tell us so many funny instances from my Ammachi's and from my Ammachi's childhood and my dad's childhood. Thank you, everyone, for all the care and love you have shown us to all the family members in this church. Really appreciate that from the bottom of my heart. And also, it was a beautiful time to see all my extended families here. These days, we are going to cherish for our lifetime. God bless you all. Maranatha. ആമേൻ. ദൈവമായ കർത്താവ് സഹായിക്കട്ടെ. ഞാൻ പ്രാരംഭത്തിൽ ഓർപ്പിച്ചതുപോലെ നമ്മുടെ മധ്യേ ദീർഘനാളുകൾ ശുശ്രൂഷിച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ വിശ്രമത്തിന് ചേർക്കപ്പെട്ട കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ എം ഒ ശാമുവേലിൻ്റെ സഹധർമ്മിണി മറിയാമ്മ ശാമുവേൽ, പ്രിയ കർത്തൃദാസി നമ്മുടെ മധ്യേ ഇന്ന് പകലുണ്ട്. ഒന്ന് എഴുന്നേറ്റ് നിൽക്കാൻ വേണ്ടി. പ്രൈസ് ഗാഡ്. സന്തോഷത്തോടെ ദൈവസന്നിധിയിൽ നമുക്ക് സ്തോത്രം ചെയ്യാം. ഒരു വാക്ക് സഭയോട് സ്തോത്രത്തിനായി ഒരു വാക്ക് പ്രസ്താവിപ്പാൻ ആൻറ്റിക്ക് സ്വാതന്ത്ര്യമുണ്ട്.